മതസാഹോദര്യത്തിന്റെ സന്ദേശവുമായി കീരിക്കാട് തെക്ക് 334 SNDP ശാഖായോഗം വക മൂലേശ്ശേരിയിൽ മഹാദേവ ക്ഷേത്ര കമ്മിറ്റി ചിറക്കുളങ്ങര മസ്ജിദുൽ റഹ്മാനിയയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ചിറക്കുളങ്ങര മസ്ജിദ് കമ്മിറ്റിയും സ്വീകരണം നൽകാറുണ്ട്. മതസാഹോദര്യത്തിന്റെ സന്ദേശമുയർത്തി കായംകുളം കീരിക്കാട് തെക്ക് 334 നമ്പർ SNDP ശാഖായോഗം വക മൂലേശ്ശേരി മഹാദേവ ക്ഷേത്ര കമ്മിറ്റി ചിറക്കുളങ്ങര മസ്ജിദുൽ റഹ്മാനിയയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ക്ഷേത്ര കമ്മിറ്റി വർഷങ്ങളായി മസ്ജിദ് മുറ്റത്ത് ഇഫ്താർ സംഗമം നടത്തുന്നുണ്ട്. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ചിറക്കുളങ്ങര മസ്ജിദ് കമ്മിറ്റിയും സ്വീകരണം നൽകാറുണ്ട്. ഇരു മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിച്ച് മതസൗഹാർദ്ദം നിലനിർത്താൻ മാതൃകയാവുകയാണ് ക്ഷേത്ര മസ്ജിദ് കമ്മിറ്റികൾ. ഇഫ്താർ സംഗമം സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ ഹക്കീം ഉദ്ഘാടനം ചെയ്തു. എല്ലാ മതങ്ങളും നിലകൊള്ളേണ്ടത് മനുഷ്യനെ ഒന്നിപ്പിക്കാനും നന്നാക്കാനും വേണ്ടിയാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് മുത്തുരത്നമെന്നാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ മലയാളത്തിലും സംസ്കൃതത്തിലുമുള്ള പല കൊട്ടേഷൻസ് എടുക്കുമ്പോൾ പ്രവാചകന്റെ ഹദീദുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആശയങ്ങൾ അതിനകത്തുണ്ട്. ഹദീദുകൾ പലതും നമ്മൾ എടുത്തു പറയും, ഇതല്ലേ ഗുരുദേവൻ പറഞ്ഞത്, ഇതല്ലേ പ്രവാചകൻ പറഞ്ഞത്. വളരെ സമാനമാകുന്ന യോജിക്കുന്ന ഒത്തിരി കാര്യങ്ങളും ഇവയുടെ മേഖലകളിലേക്ക് നമ്മുടെ വളരുന്ന തലമുറയെ നടത്തിക്കൊണ്ടു പോകാൻ, കൈപിടിക്കുവാൻ, അവരെ സ്നേഹിപ്പിക്കുവാൻ, ഒന്നാക്കുവാൻ, നന്നാക്കുവാൻ ഉള്ള ശ്രമവും പദ്ധതികളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. മതങ്ങളെല്ലാം നിലകൊള്ളേണ്ടത് ഈ കാര്യത്തിനാണ്, മനുഷ്യനെ ഒന്നിപ്പിക്കാനും നന്നാക്കാനുമാണ്. അതിന്റെ പാതയിൽ, അതിന്റെ മാർഗത്തിൽ ഇതൊരു പുതിയ കായംകുളം മോഡലാണ്. ഇത് നാളെയുടെ കേരള മോഡലായി വളർന്നു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ പ്രാവശ്യം ഇത് ഇത്തിരി വൈകിപ്പോയി, 25 ദിവസമായിപ്പോയി. ഇനി 26, 27, 28, 3-4 നോമ്പുകളാണ് ഇനി അവശേഷിക്കുന്നത്. എന്റെ അഭ്യർത്ഥന, അടുത്ത പ്രാവശ്യം നോമ്പിന്റെ ആദ്യത്തെ വാരത്തിൽ തന്നെ നമുക്കിത് ചെയ്യണം. നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ തുടങ്ങണം. ഇതിൽ നിന്ന് ഊർജം സംഭരിച്ച്, ഇതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് നമ്മുടെ നാടുകളിലെല്ലാം ഇതുപോലെ വിവിധ മതവിശ്വാസികൾ, ജാതി മത ചിന്തകളുടെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് മനുഷ്യന്റെ നന്മയെ കാക്ഷിക്കുന്ന മനുഷ്യർ ഒന്നിച്ചു കൂടുന്ന സംഗമങ്ങൾ, നോമ്പ് കാലത്ത് നോമ്പെടുക്കുന്ന, മാലയിട്ട് ഓച്ചിറപ്പോയി മാലയിട്ട് ശബരിമലയിൽ പോകുന്ന 40 ദിവസത്തേക്ക് നോമ്പെടുക്കുന്ന നമ്മുടെ ഭക്തന്മാരെ, സ്വാമിമാരെ സ്വീകരിക്കുന്ന ചടങ്ങുകളും അതുപോലുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റു പല ചടങ്ങുകൾക്കും ഇങ്ങനെ വെള്ളം വിതരണം ചെയ്യുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഈ പ്രദേശത്ത് കേട്ടിട്ടുണ്ട്. തീർച്ചയായും വിവിധ മതവിഭാഗങ്ങൾ ആത്മാർത്ഥമായി അവരുടെ ഹൃദയത്തിൽ ദൈവത്തെ വരുത്തിക്കൊണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യത്തെ സ്വന്തം ഹൃദയത്തിൽ കുടിയിരുത്തിക്കൊണ്ട് അവർ നടത്തുന്ന ആരാധനയുടെ എല്ലാ ഭാവങ്ങൾക്കും പരസ്പരം താങ്ങും തണലുമാകുവാൻ ചിറക്കുളങ്ങര മസ്ജിദുൽ റഹ്മാനിയ പ്രസിഡന്റ് ജബ്ബാറുകുട്ടി കൊപ്പാറ അധ്യക്ഷനായി. മൂലശ്ശേരി മഹാദേവ ക്ഷേത്ര മേൽശാന്തി ബിനീഷ്, 334 നമ്പർ SNDP ശാഖായോഗം പ്രസിഡന്റ് ബി ശശിധരൻ, സെക്രട്ടറി മണിലാൽ, ദേവസ്വം സെക്രട്ടറി രാജഗോപാലൻ, മസ്ജിദുൽ റഹ്മാനിയ സെക്രട്ടറി അസിം തുരുത്തിയിൽ, അജീർ ബഷീർ, അജീർ യൂനിസ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളെല്ലാം ഒത്തുകൂടിയിട്ടുള്ളത് കാരുണ്യത്തിന്റെ പ്രവാചകനായിട്ടുള്ള, കരുണയുടെ, സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ ഭാഷ മാനവ സമൂഹത്തെ പഠിപ്പിച്ചു നൽകിയ പുണ്യ പ്രവാചകന്റെ ഏറ്റവും ശ്രേഷ്ഠമായ 12 മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാസത്തിന്റെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ, 2 വാക്ക് സംസാരിക്കാൻ സാധിച്ചതിലൊക്കെ ഒരു കാരണവന്മാരുടെ ഈശ്വരനും ഒക്കെ നന്ദിയോടെ, പ്രാർത്ഥനയോടുകൂടി സ്മരിക്കുന്നു. ഒരുപാട് വാക്കുകൾക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് ചെറിയ 2 വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്താം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ, ഈ ലോകം നന്നാകാൻ, ഈ വലിയ ലോകം നന്നാകാൻ ഈ ചെറിയ ഞാൻ നന്നായാൽ മതി എന്നുള്ളതാണ് ഞാനും നിങ്ങളുമൊക്കെ പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട അറിവിൻ്റെ ശ്രേഷ്ഠമായ ഭാവതലം. ഒരു വ്യക്തിയിലൂടെ ഈ ലോകം നന്നാകുന്നെങ്കിൽ ഓരോ വ്യക്തിയിലൂടെയും ഈ ലോകത്തിൻ്റെ സമഭാവന, ശ്രേഷ്ഠമായ കാരുണ്യവും കരുണയും സാഹോദര്യവും ഒക്കെ എത്തിച്ചേരുന്നുവെങ്കിൽ അത് തന്നെയാണ് ഈ ലോകത്തിന് നമ്മൾ നൽകാനുള്ള ഏറ്റവും വലിയ സംഭാവനകൾ. ഒരു മുസ്ലിം ആകുന്നതിനെ പറ്റിയിട്ടൊക്കെ മുഖ്യപ്രഭാഷകൻ പറഞ്ഞു, എൻ്റെ അറിവ് അനുസരിച്ചിട്ട് ഞാൻ ചെറുപ്പകാലങ്ങളിലെ മുതലേ എൻ്റെ സുഹൃത്തുക്കളിൽ വലിയൊരു പങ്കും മുസ്ലിം സഹോദരങ്ങളാണ്. മഹത്തായ മൂലേശ്ശേരി അമ്പലവും അതിൻ്റെ ഭാരവാഹികളും മഹത്തായ റമളാൻ മാസത്തിൽ നമ്മളുടെ പള്ളിമുറ്റത്ത് ഇവിടെ നടത്തുന്ന ഈ ഒരു ഇഫ്താർ സംഗമം കലുഷിതമായ ഈ കാലത്ത് മനുഷ്യ നന്മയ്ക്ക്, മാനുഷിക മൂല്യങ്ങൾക്ക് കരുത്തു പകരണം എന്ന വലിയ മഹത്തായ ഒരു സന്ദേശമാണ് നൽകുന്നത്. പ്രിയമുള്ളവരെ, സമൂഹം അധാർമികമായി വളരെ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്തുകൊണ്ടാണ് സമൂഹം അധപ്പതിക്കുന്നത്, അവർ മോശപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടുന്നത്, മനുഷ്യനിൽ വിവിധ തരത്തിലുള്ള മതവിശ്വാസികളാണെങ്കിലും
യഥാർത്ഥ മതാശയങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് പ്രധാന കാരണം. ഇപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് SNDP അതിനെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയപ്പോൾ മഹാനായ ശ്രീനാരായണ ഗുരുവിനെ എല്ലാവർക്കും പരിചയമാണ്. നല്ലൊരു സാമൂഹിക നന്മയ്ക്ക് വേണ്ടി മഹത്തായ സന്ദേശം പഠിപ്പിച്ച വലിയൊരു ഉദാത്മാവ്. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളെപ്പറ്റി പരതിയപ്പോൾ ആ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹൈന്ദവൻ ഒരിക്കലും സമൂഹത്തിൽ അധാർമികത ഉണ്ടാക്കുകയില്ല, വർഗീയ ചിന്താഗതികൾ ഉണ്ടാവുകയില്ല. മഹത്തായൊരു സന്ദേശം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെല്ലാം ഒരേ തുല്യരാണ്. വിഭവസമൃദ്ധമായ നോമ്പുതുറയിൽ ജാതി മത ഭേദമന്യേ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.